إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായി തീരണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരുടെ ഹൃദയത്തിലും വലിയ സ്ഥാനം ലഭിക്കുന്ന ഒരു നല്ല മനുഷ്യനാകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സത്യത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊരു ചെറിയൊരു വിശകലനം നടത്തുകയാണെങ്കിൽ നമ്മൾ അത്തരമൊരു ഹൃദയത്തിൻ്റെ ഉടമയാണോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. നാളെ പരലോകത്ത് സമ്പത്തും മക്കളും ഉപകരിക്കുന്നത് ആർക്കാണ്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഹൃദയവുമായി ആരാണോ റബ്ബിനെ കണ്ടുമുട്ടുന്നത് അവർക്ക് മാത്രമാണ് അവരുടെ സമ്പത്തും അവരുടെ മക്കളും ഉപകരിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും ഒക്കെ നമുക്ക് ഉപകരിക്കുമോ? നമ്മുടെ ഹൃദയം സലീമായൊരു ഹൃദയമാണോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ഈ സലീമായ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. വസാഹിബുൽ ഖൽബി സലീം, ഒരു സലീമായ ഹൃദയത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹുവദാക്കല്ലദി സല്ലമ ഖൽബുഹു വസദറുഹു മിനശ്ശിർക്കി വന്നിഫാഖ്. ശിർക്കിൽ നിന്നും നിഫാഖിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമാണ് സലീമായ ഹൃദയത്തിന്റെ ഉടമ. വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. വമിനൽ ഹിഖ്ദി വൽ അസദി, അസൂയയിൽ നിന്നും പകയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമ. വസയ്യിൽ ആഫാത്തി വൽ കിബിരി വൽ ഗുലുവി അലൽ ഖൽഖി, കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ, അഹങ്കാരം, മറ്റുള്ളവരുടെ മേലുള്ള പൊങ്ങച്ച നടിക്കൽ, ഇതിൽ നിന്നെല്ലാം ഹൃദയത്തെ ശുദ്ധമാക്കിയവൻ ആരാണോ അവനാണ് ഖൽബുൻ സലീമിന്റെ ഉടമ. നമ്മളോട് ചോദിക്കാം, എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടോ? എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഒരു പൊങ്ങച്ചമോ ഒരു കിബറോ എന്റെ മനസ്സിലുണ്ടോ?
നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം സലീമായ ഹൃദയമല്ല എന്ന് ഞാനല്ല പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ച്, ആയത്തുകളെ മുന്നിൽ വെച്ച് മുഫസ്സിരീങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നമ്മുടെ മുൻഗാമികളെ കുറിച്ച് പറയുന്നിടത്ത്, മുൻഗാമികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാരാണ് എന്ന് പറയുന്നിടത്ത് പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. ഇയാസ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, കാന അഫ്വലുഹും ഇൻദഹും, സ്വഹാബിമാരുടെ അടുക്കൽ ഏറ്റവും ഫളിലുള്ള ആളുകൾ എന്ന് പറഞ്ഞ ആരാന്നറിയോ? യഅനി അൽ മാദീന അസ്ലമഹും സദറൻ വഅഖല്ലഹും ഗീബതൻ. ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളും ഗീബത്ത് കുറച്ചു മാത്രം പറയുന്നവരും. ഗീബത്ത് വളരെ കുറച്ചു മാത്രമേ അവർ പറയുള്ളൂ. അവരുടെ ഹൃദയം വളരെ പരിശുദ്ധമായിരിക്കും. അതാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളിലുള്ള മനുഷ്യന്മാരായിട്ട് അവർ കരുതലി എന്നാണ് ആര് പറയുന്നത്? സ്വഹാബിമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അവരുടെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് സുഫിയാൻ ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഖുൽതു ലി അബീ ബശരിൻ, എന്റെ പിതാവായ ബഷീറിനോട് ഞാൻ ചോദിച്ചു, വകാന മിൻ അസ്ഹാബി അലിയിൻ, സഹാബിമാരിൽപ്പെട്ട എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ അഅമാലിൻ മൻ കാന ഖബ്ലനാ, നമ്മുടെ മുമ്പുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? എന്നോട് പറഞ്ഞു, കാന യഅമലൂന യസീറ, അവർ കുറച്ചു മാത്രമേ പ്രവർത്തിക്കുള്ളൂ, വയുജറൂന കബീറ, ധാരാളം പ്രതിഫലം കിട്ടുന്നവരാണ് അവർ. എന്നിട്ട് പറഞ്ഞു, അതെന്തുകൊണ്ടാണ്, അവർക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല അമലുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിന് പറഞ്ഞ മറുപടി എന്താ അറിയും? ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഹൃദയം പാപത്തിൽ നിന്ന് സുരക്ഷിതമാണ്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ നന്മകൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? കൂടുതൽ നന്മകൾ ചെയ്യാൻ, കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ നല്ലൊരു ഹൃദയം നമുക്ക് ആവശ്യമാണെന്നാണ് ഈ ഹദീസും ഈ ആയത്തുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പിശാചും കൂട്ടരും നിരന്തരം പരിശ്രമിക്കുന്നത് നമ്മുടെ മനസ്സുകളെ തമ്മിൽ അകറ്റാനാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന ശൈത്താൻ കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, പിശാച് പരിശ്രമിക്കുന്നത് മനുഷ്യനെ അകറ്റാനാണ്. നിങ്ങൾ നോക്കൂ, പിശാചിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു പ്രയോഗമുണ്ട്, മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, കുടുംബം കലക്കുക, സമൂഹം മനുഷ്യരെ തമ്മിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ അകറ്റുക. ഇതാണ് പിശാചിന്റെയും കൂട്ടരുടെയും പണി. ഒരിക്കലും പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ വീണുപോകാൻ പാടില്ല. നല്ല മനസ്സുള്ളവർ അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യരെന്നും ഉത്തമരെന്നും മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖീല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അയ്യുന്നാസി അഫ്ളൽ, നബിയെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളിലുള്ള മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ളവനും സത്യസന്ധമായ നാവുള്ളവനുമാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളിലുള്ളവൻ. സഹാബിമാർ ചോദിച്ചു, നബിയെ സദൂഖുൽ ലിസാൻ നഅരിഫുഹു, സത്യം പറയുന്ന നാവ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഫമ മഹ്മൂമുൽ ഖൽബ്, എന്താണ് ഈ മഹ്മൂമുൽ ഖൽബ്, അടിച്ചുവാരപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, അടിച്ചുവാരപ്പെട്ട ഹൃദയത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഹുവ തഖിയ്യു, അവൻ ആരാണ്? അവൻ സംശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണ്. അന്നഖിയ്യു, ഏറ്റവും പാപങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണവൻ. ലാ ഇസ്മ ഫീഹി, പാപങ്ങൾ അവൻ ചെയ്യുന്നില്ല. വലാ ബഗിയ, അതിക്രമം അവൻ ചെയ്യുന്നില്ല. വലാ ഗില്ല, ഒരാളോടും പകയില്ല. വലാ ഹസദ, ഒരാളോടും അസൂയയില്ല. പകയില്ലാത്ത, അസൂയയില്ലാത്ത, തിന്മകളില്ലാത്ത, ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹൃദയം അങ്ങനത്തെ ഒരു ഹൃദയമാണോ? നമ്മൾ പരിശോധിക്കണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും നമ്മളോട് നല്ലതുപോലെ പെരുമാറണമെന്നാണ്. എന്നാൽ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, നമ്മളും അവരോട് നല്ലപോലെ പെരുമാറണമെന്നാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, നല്ല മനസ്സുള്ളവരുടെ കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അല്ലാത്തവന്റെ കർമ്മങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടെന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് മനുഷ്യന്റെ അമലുകൾ റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ. എല്ലാ മുഅ്മിനിന്റെയും പാപങ്ങൾ അല്ലാഹു അന്ന് പുറത്തു കൊടുക്കപ്പെടും. ഇല്ല അബ്ദൻ ബൈനഹു വബൈന അഖീഹി ശഹ്ന. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഒന്നും സ്വീകരിക്കുകയില്ല. അതാരുടേതാണ്? പരസ്പര വെറുപ്പും വിദ്വേഷവും പകയും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നറിയാം മലക്കുകളോട്, ഉത്തുറുക്കു ഹാദൈനി. ഈ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് വേണ്ട, അതവിടെ നിന്നോട്ടെ, എനിക്ക് വേണ്ട. പരസ്പരം പകയോടെ ജീവിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പരസ്പരം വിദ്വേഷത്തിൽ ജീവിക്കുന്നവർ, തെറ്റി ജീവിക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വേണ്ട. ഹത്താ യസ്ത്വലിഹ. അവർ പരസ്പരം നന്നാകുന്നത് വരെ എനിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന, ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ അമല് ആകാശത്തിലേക്ക് അല്ല ഉയർത്തുന്നത്, മലക്കുകൾ ഉയർത്തുന്നത്. ആ 2 ദിവസം അല്ല പറയും, പരസ്പരം തെറ്റി നിൽക്കുന്നവന്റെ പ്രവർത്തനം എനിക്ക് വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തിനാ ജ്യേഷ്ഠനോട് നമ്മൾ തെറ്റിയത്? എന്തിനാ സഹോദരിമാരോട് നമ്മൾ തെറ്റി നിൽക്കുന്നത്? ഒരു നിസ്സാരമായ പറമ്പിന്റെ പേരിൽ, നിസ്സാരമായ പണത്തിന്റെ പേരിൽ, ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര ആളുകൾ അയൽവാസികൾ തമ്മിൽ തെറ്റി മാസങ്ങളോളമായി, കൊല്ലങ്ങളോളമായി, ഒന്ന് മിണ്ടാൻ പോലും. എത്ര പെരുന്നാളുകൾ നമുക്ക് വന്നു, എത്ര നോമ്പുകൾ നമുക്ക് വന്നു, എത്ര അവസരങ്ങൾ നമുക്ക് വന്നു. ആ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരായില്ല. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കണം. മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച, സാഹോദര്യത്തിന് വില കൽപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്, അയാൾ സ്വർഗത്തിലാണ്. വീണ്ടും പിറ്റേ ദിവസവും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്. വീണ്ടും അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെയെങ്കിൽ ആ സ്വർഗത്തിലുള്ള വ്യക്തിയുടെ വീട് എനിക്കൊന്ന് പരിശോധിക്കണം, അയാളുടെ വീട്ടിലൊന്ന് പോകണം, അയാളുടെ കർമ്മങ്ങൾ എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. 3 ദിവസം അവിടെ താമസിക്കുന്നു. അദ്ദേഹം പറയാണ്, ഒരു രാത്രി പോലും അദ്ദേഹം എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരുപാട് അമലുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്വർഗത്തിലെത്താൻ മാത്രം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഒരൊറ്റ രാത്രി പോലും ഒരാളോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ കിടന്നുറങ്ങുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിച്ചതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഓരോ ദിവസവും നമുക്ക് ഓരോ പുതിയ പുതിയ ആളുകളോട് പകയും വിദ്വേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും സ്നേഹവും ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, വിശ്വാസികൾ എന്ന് പറയുന്നത് മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി. പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടുപ്പത്തിന്റെയും കാര്യത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഒരു ശരീരം പോലെയാണ്. അതിലേതെങ്കിലും ഒരു അവയവത്തിന് അസുഖം ബാധിച്ചാൽ ശരീരം മുഴുവനും ഉറക്കമൊഴിച്ചും പനിച്ചും അതിൽ പങ്കുചേരുന്നു. മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സഹോദരങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഒരു പ്രയാസം വന്നാൽ അവൻ അനുഭവിക്കട്ടെ. ഞാനെന്തിനാ അത് നോക്കുന്നത്? ഞാനല്ലല്ലോ, എന്റെ കുടുംബമല്ലല്ലോ, എന്റെ രക്തമല്ലല്ലോ, എന്റെ അയൽവാസിയല്ലല്ലോ, പിന്നെ ഞാനെന്തിനു പരിഗണിക്കണം എന്ന മനോഭാവം ഒരിക്കലും മുസ്ലിങ്ങളെ നമുക്കുണ്ടാകരുത്. മനുഷ്യരെ എല്ലാവരെയും മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുകയും
അവരോട് സഹകരിക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിലും പരസ്പര സഹകരണത്തിലും കാരുണ്യത്തിലും അടുപ്പത്തിലുമെല്ലാം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരൊറ്റ ശരീരമാണെന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അയൽവാസികളോട് നമ്മുടെ സമീപനം എന്താണ്? നമ്മുടെ ബന്ധുക്കളോട് നമ്മുടെ സമീപനം എന്താണ്? കഴിഞ്ഞ തൊട്ടു മുമ്പത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിന്റെ കുടുംബത്തിലെ നീ സഹായിക്കേണ്ട, നീ സംരക്ഷിക്കേണ്ട നിന്റെ എളാപ്പയുടെ മകൻ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകൻ നിന്നോടൊരാവശ്യം ഉന്നയിച്ചു. നിന്റെ കയ്യിൽ പൈസ ഉണ്ട് കൊടുക്കാൻ, നീ കൊടുക്കാതെ നീ പിശുക്ക് കാണിച്ചാൽ നിന്റെ സമ്പത്ത് നാളെ മുഴുവനും വലിയ സർപ്പമാക്കി നിന്റെ കഴുത്തിൽ അണിയിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാരോടുള്ള പെരുമാറ്റം, ബന്ധുക്കളോടുള്ള പെരുമാറ്റം, അയൽവാസികളോടുള്ള പെരുമാറ്റം, മുസ്ലിം സഹോദരന്മാരോടുള്ള പെരുമാറ്റം എത്ര മനോഹരമാക്കണമെന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മനസ്സോടുകൂടി ജീവിച്ച സ്വഹാബത്തിന്റെ ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സഹാബിമാര് പറയുന്നുണ്ട്, എത്ര നല്ല മനുഷ്യനായിരുന്നു, എന്തൊക്കെ നന്മകൾ ചെയ്ത മനുഷ്യനാണ്, അയാളെപ്പറ്റി നന്മകൾ മാത്രം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ അറിയോ? വജബത്ത് വജബത്ത് വജബത്ത്. സഹാബിമാർ ചോദിച്ചു, നബിയെ അതെന്താണ് വജബത്ത് വജബത്ത് എന്ന് പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് മനുഷ്യന്റെ സാക്ഷികൾ എന്ന് പറയുന്നത് അത് ജിന്നുകളാണ്, മലക്കുകളാണ്. ഭൂമിയിൽ മനുഷ്യന്റെ സാക്ഷികൾ എന്ന് പറയുന്നത് അത് സ്വാലിഹീങ്ങളാണ്. മൂന്നിൽ കുറയാത്ത സ്വാലിഹീങ്ങൾ ഒരു മരിച്ച മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മഹല്ലുകാർ നമ്മൾ മരിച്ചാൽ നമ്മളെപ്പറ്റി നല്ലത് പറയുമോ? ഖൽബുൻ സലീമാണെങ്കിൽ ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ പകയില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കുനുറ്റും കുശുമ്പുമില്ലാത്ത ഏറ്റവും നല്ല സലീമായ ഹൃദയത്തിന്റെ ഉടമയായി തീരാൻ നമുക്ക് സാധിക്കണം. അതിന് ചില വഴികളും മാർഗങ്ങളും പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഹൃദയത്തിന്റെ ഉടമകളായി തീരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളുടെ ഹൃദയം, നമ്മുടെ ഹൃദയം സലീമായ ഹൃദയമാകണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്തിൽ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. അല്ലാഹുവേ, വിശ്വാസികളോട് പകയും വിദ്വേഷവുമുള്ളൊരു ഹൃദയം എനിക്ക് തരല പഠിച്ചോനെ. വിശ്വാസികളോട് സ്നേഹമുള്ള, വിശ്വാസികളോട് കരുണയുള്ള, വിശ്വാസികളോട് ആർദ്രതയുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ എന്ന് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. എത്ര പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ. നിരന്തരമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ. ഇങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ അനവധി പ്രാർത്ഥനകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം സലീമായി കിട്ടാൻ, സുരക്ഷിതമായി കിട്ടാൻ, പാപ കറകളിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഹൃദയമായി കിട്ടാൻ
പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിലേക്ക് നിന്റെ വെളിച്ചം തരണേ അല്ലാഹ്. നിന്റെ വെളിച്ചമല്ലാതെ മറ്റൊരു വെളിച്ചം എനിക്കില്ല. നിന്റെ വെളിച്ചം മാത്രമാണ് എന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എന്റെ സാമൂഹ്യ ജീവിതത്തിലും എന്റെ രഹസ്യത്തിലും എന്റെ പരസ്യത്തിലും മാർഗവും വെളിച്ചവുമെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാവരോടും എല്ലാ മനുഷ്യരെക്കുറിച്ചുമുള്ള ഒരു നല്ല വിചാരം മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുന്നിടത്ത് സഹാബിമാർ പരസ്പരമുള്ള ചില പ്രശ്നങ്ങളിൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അള്ളാന്റെ റസൂല് തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനെ കുറിച്ച് നല്ലത് ചിന്തിച്ചുകൂടെ, നല്ലത് വിചാരിച്ചുകൂടെ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഹദീസുൽ ഇഫ്ക്, വ്യഭിചാരോപണം വന്ന സമയത്ത് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോ നിങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ലത് വിചാരിച്ചുകൂടായിരുന്നു? ഒരിക്കലും അവരങ്ങനെ ചെയ്യുകയില്ല, അവരെ പറ്റി നല്ലത് ചിന്തിച്ചുകൂടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരെ കുറിച്ചുമുള്ള സദ്വിചാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ഖൽബ് സലീമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ പിഴവുകൾക്ക് ഇളവുകൾ തിരയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനം കാണാം, ഇദാ ബലഗക അൻ അഖീക ഷൈഉൻ, നിന്റെ സുഹൃത്തിനെ കുട്ടി എന്തെങ്കിലും ഒരു അപരാധം നീ കേട്ടു, നിന്റെ സഹോദരനെ പറ്റി ഒരു അപരാധം നീ കേട്ടു, ഫൽതമിസ് ലഹു ഉദറ, നീ അവനെ പറ്റി എന്തെങ്കിലും ഒരു ഉദർ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരൻ വ്യഭിചരിച്ചു എന്നൊരു വാർത്ത നീ കേട്ടു. അപ്പൊ നിന്റെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, എന്നാ ഓരോന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് വശലാക്കണം. അല്ല, ഒരിക്കലും അവനങ്ങനെ ചെയ്യൂല. അത് ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇങ്ങനൊക്കെ ആകാനാ സാധ്യത. ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന ഉദർ തന്റെ സഹോദരനെ പറ്റി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇല്ലം തജിദ് ലഹു ഉദ്റൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പറയണം ലഅല്ല ലഹു ഉദ്റ, ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല, ഇങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത, അല്ലാതെ ഒരിക്കലും അത് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസിയായ സഹോദരനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഏറ്റവും നല്ല മനോഹരമായ ഉത്കൃഷ്ടമായ ഒരു സമൂഹമായി മാറുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കുറിച്ചുള്ള പിഴവുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊരിക്കലും അത് പ്രചരിപ്പിക്കാനും അത് ആളുകൾക്ക് മുമ്പിൽ എത്തിക്കാനും നമ്മൾ ഒരിക്കലും ആളാകരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനം കൂടെ ശ്രദ്ധിക്കണം, മൻ റദ്ദ അൻ അർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി അന്നാറ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ, ഒരാളെ പറ്റി ഒരു അപവാദം പറയുമ്പോൾ പറയല്ലേ, ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യൂല, അയാളെപ്പറ്റി അത് പറയരുത്, എന്തിനാ നമ്മൾ അയാളെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞ് ഒരാളുടെ അഭിമാനത്തെ പ്രതിരോധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ മുഖത്തു നിന്നും നരകത്തെ തടുക്കുന്നതാണ്. നമ്മൾ ഒരാളുടെ അഭിമാനത്തെ തടുത്തു നിർത്തിയാൽ, പ്രതിരോധിച്ചാൽ, നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ അള്ളാഹു അകറ്റിത്തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സഹോദരങ്ങളെ, നമുക്കിടയിലുള്ള ബന്ധം അത് ദൃഢീകരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾ ഒരാൾ സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല, അത്താ തുഅ്മിനു, നിങ്ങൾ പരസ്പരം വിശ്വാസികളാകുന്നത് വരെ, വല തുഅ്മിനു അത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പരം ഇണക്കവും ഇഷ്ടവും ഉണ്ടാകും. അതെന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖൽബിനെ സലീമാക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും അവന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനിഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഹോസ്പിറ്റലുകളിൽ മാരകമായ രോഗങ്ങളാൽ
രോഗപീഠയാൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ ഒരു മകനാണ് ഇന്ന് രാവിലെ 2 മണിക്ക് മരണപ്പെട്ടത്. ഇവിടെ ഈ അടുത്തുള്ളതാണ്, പിന്നെ അള്ളാഹു ചമ്രവട്ടത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള മരണങ്ങളിൽ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.